കേരളത്തിലെ ജലമേളകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കുട്ടനാട്ടിലെ ചമ്പക്കുളത്താറ്റിൽ മൂലം വള്ളംകളി അരങ്ങേറി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് രാജപ്രതിനിധി അടക്കമുള്ള സംഘം ചമ്പക്കുളം പ്രദേശത്തെ വിവിധ ആരാധനാലയങ്ങളിൽ നടത്തിയ ആചാര ചടങ്ങുകൾക്ക് ശേഷം ജലോത്സവ വേദിയിലേക്ക് എത്തിയതോടെയാണ് മൂലം വള്ളംകളിയുടെ മത്സരങ്ങൾക്കായുള്ള ഒരുക്കം തുടങ്ങിയത്. കുട്ടനാട് MLA തോമസ് ചാണ്ടി ഉദ്ഘാടനം ചെയ്ത വള്ളംകളി തുഴച്ചിൽ താരങ്ങളുടെ മാസ് ഡ്രില്ലോടെ ആരംഭിച്ചു. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ നിഴലിച്ചിട്ടുള്ള സാമ്പത്തിക പരാധീനതകൾക്ക് സർക്കാർ തലത്തിൽ പരിഹാരം കണ്ടെത്തുമെന്ന് കുട്ടനാട് MLA തോമസ് ചാണ്ടിയും കായംകുളം MLA അഡ്വക്കേറ്റ് പ്രതിഭാ ഹരിയും ഉദ്ഘാടന വേദിയിൽ വ്യക്തമാക്കി. ഈ വള്ളംകളി ഒരു കാരണവശാലും നിന്നുപോകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഞാനും എന്റെ സഹോദരി പ്രതിഭാ ഹരിയും നിയമസഭയിൽ യുദ്ധം ചെയ്താണെങ്കിലും എന്ത് വില കൊടുത്തും ഇതിനേക്കാൾ ഭംഗിയായി അടുത്ത പ്രാവശ്യം വള്ളംകളി നടത്തുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്ന വർഷം ഇത് കൂടുതൽ മികവോടെ നടത്താൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് എല്ലാവരും എല്ലാ ഭാഗങ്ങളും. ചമ്പക്കുളത്താറ്റിലെ 1240 മീറ്റർ ദൈർഘ്യമുള്ള മത്സര ട്രാക്കിൽ നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലൂടെ നടുഭാഗം ചുണ്ടൻ ഇത്തവണ രാജപ്രമുഖൻ ട്രോഫി സ്വന്തമാക്കി. സെന്റ് പയസ് ചുണ്ടൻ 2ാം സ്ഥാനവും ചമ്പക്കുളം ചുണ്ടൻ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഇരുട്ടുകുത്തി A ഗ്രേഡ് വിഭാഗത്തിൽ മാമ്മൂടനും വെപ്പ് A ഗ്രേഡ് വിഭാഗത്തിൽ ചെത്തിക്കാടനും ജേതാക്കളായി. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. അതേസമയം നടത്തിപ്പിലെ വീഴ്ചകൾ മൂലം പ്രബല ടീമുകൾ മത്സര രംഗത്ത് നിന്ന് വിട്ടുനിന്നത് ജലോത്സവ പ്രേമികളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി. പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഈ ഫിനിഷിംഗ് ബോർഡിൽ കുതിച്ചു വാങ്ങി വരികയാണ്. മാത്രം വെച്ചുകൊണ്ട് ജലക്കണങ്ങളെ വാരി വിതറിക്കൊണ്ട് ഉഗ്രമായ പ്രകടനം കാഴ്ചവെച്ചാൽ അങ്ങനെ ഫിനിഷിംഗ് ബോർഡിൽ കുതിച്ചു പായെന്ന് ആദ്യത്തെ വെച്ചുകൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവരെ എതിരേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കഴിയുമ്പോൾ സെന്റ് ജോസഫ് പഴയ സെന്റ് ജോർജ് വള്ളമേരി യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് കൈനകരി 1981 എടുത്തു തൊഴിഞ്ഞ വള്ളമാണ് സെന്റ് ജോർജ്. അങ്ങനെ ശൂര പരാക്രമികളുടെ കയ്യൊപ്പോട് ചാർത്തിയ അവരുടെയൊക്കെ നെഞ്ചകത്തെങ്കിലും ആവേശം വാരി വിതറിയ സെന്റ് ജോർജ് 1981 എടുത്തു തൊഴിഞ്ഞ വജ്രായുധമായ സെന്റ് ജോസഫ് വള്ളം ഇതിനെ കടന്നു പോവുകയാണ്. അങ്ങനെ ഈ മത്സരങ്ങളുടെ ചരിത്രം പറയുന്നുണ്ട്, വള്ളങ്ങളുടെ ചരിത്രം പറയുന്നത് നമ്മുടെ സമ്മേളനമൊക്കെ വളരെ വൈകിപ്പോയി, താമസിച്ചു പോയി. പക്ഷേ ചരിത്രം എത്രയോ പറയാനുണ്ട് ചമ്പക്കുളത്ത്, ചരിത്രം എത്രയോ കേട്ടു ഒന്നിലൂടെ കടന്നു വരുന്ന ആരാണ് 66, 67, 69, 71 കല്ലൂപ്പുറം ബീച്ചിന്റെ ഉജ്ജ്വലമായ മുഹൂർത്തത്തിലെ ഉജ്ജ്വലമായ പോരാട്ടം ചമ്പക്കുളവും പൂങ്കുന്നും തമ്മിലുള്ള 2014 യുഡിസിയുടെ കളികളിലാണ് ഏറ്റവും വേഗത കൂടിയ ജലരാജനായ ചമ്പക്കുളം ഉജ്ജ്വലമായ കിടിലൻ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 83 അംഗലം വീതി, 87 തുടക്കാര്, 10 വിളക്കാര്, 5 മൈലക്കാര്, അങ്ങനെ വളരെ മനോഹരമായിട്ട് തുറയിറങ്ങുന്നുണ്ട്. വളരെ മനോഹരമായി കടന്നു പോകുമ്പോഴത്തേക്ക് അങ്ങനെ 2ാം 3ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന ശ്രീ ഹർജിയും വെള്ളം 88 ഘട്ടത്തിലേക്ക് അവർ കടന്നു പോകുമ്പോൾ ഫിനിഷിംഗ് ടച്ചെടുക്കാനുള്ള അതിലേക്ക് അവർ കടന്നു. കാരണം ഇതൊരു മത്സരമല്ല, അതൊരു പ്രദർശന മത്സരമാണ്. ഫൈനൽ മത്സരം അവസാനമാണ് നടക്കുന്നത്. ആ 2 കൂട്ടരും അല്ലെങ്കിൽ 3 കൂട്ടരും ഒരുമിച്ച് വരുന്നത് കാണാനാണ് ജലോത്സവ പ്രേമികൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇന്ത്യൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ വോട്ടുമായി കറങ്ങരുത്. കാരണം വള്ളംകളിയാകുമ്പോൾ ഇച്ചിരി വെള്ളംകളി ഉണ്ടാകും. വെള്ളംകളി ഉണ്ടെങ്കിൽ വള്ളംകളിയാകത്തുള്ളൂ. ഏത് മദ്യോട്ടനം വന്നാലും ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ ഈ വള്ളംകളിക്ക്